നമസ്കാരം. ഇന്ന് നമ്മളിന്ന് സഞ്ചരിക്കാൻ പോകുന്നത് നൂറ്റാണ്ടുകൾ പിന്നിലേക്കാണ്. 16-ാം നൂറ്റാണ്ടിലെ ഒരു ഇതിഹാസ കാവ്യത്തിലേക്ക്. കർത്തവ്യവും ത്യാഗവും ചേർന്നൊരുക്കിയ ഒരു വലിയ യാത്രയുടെ കഥ പറയുന്ന എഴുത്തച്ഛന്റെ വനത്തിലേക്ക്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, വെറുതെ ഒന്നോ രണ്ടോ പേരല്ല, ഒരു രാജ്യം ഒന്നടങ്കം കാടുകയറുകയാണ്. രാജകുടുംബം, മന്ത്രിമാർ, വലിയ സൈന്യം, പിന്നെ സാധാരണക്കാരായ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു ഘോര വനത്തിലേക്ക് യാത്ര പുറപ്പെടുന്നു. അപ്പോ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം ഇതായിരിക്കും: എന്തിന്? എന്തോരം വലിയ കാര്യമുണ്ടായിട്ടാവും ഒരു ജനത മുഴുവൻ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഒരുമ്പെട്ടത്? നമുക്കതിന്റെ കാരണമെന്താണെന്ന് നോക്കാം. ഓക്കേ, അപ്പം നമ്മൾ ഇങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത്. ആദ്യം ആ യാത്രയുടെ തുടക്കം എങ്ങനെയായിരുന്നുവെന്ന് നോക്കാം. പിന്നെ എന്തിനായിരുന്നു ആ യാത്ര എന്നതിന്റെ പിന്നിലുള്ള കഥ. അത് കഴിഞ്ഞിട്ട് ഇതെഴുതിയ ആളെപ്പറ്റി, പിന്നെ കഥയിലെ ഏറ്റവും വൈകാരികമായ ഭാഗമായ ഭരതന്റെ ആ ഒരു ശബ്ദത്തെപ്പറ്റി. അവസാനം എന്തുകൊണ്ട് ഈ കഥ ഇന്നും ഇത്ര പ്രധാനപ്പെട്ടതാകുന്നു എന്നും നമുക്ക് ചർച്ച ചെയ്യാം. ഈ കവിതയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അതിങ്ങനെ ഒരുപാട് ആമുഖമൊന്നും തരുന്നില്ല. നേരെ നമ്മളെ ആക്ഷന്റെ നടുവിലോട്ടങ്ങ് കൊണ്ടിടുവാണ്. പുലർച്ചെ ഒരു വലിയ യാത്ര തുടങ്ങാൻ പോകുന്നു. അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ആദ്യം തന്നെ നോക്കൂ, ആ ഒരുങ്ങുന്നത് ഒരു സൈന്യമാണ്. വെറുമൊരു സൈന്യമല്ല. ആനപ്പട, തേരുകൾ, കുതിരകൾ, കാലാൽപ്പട, ശംഖനാദവും പെരുമ്പറയുമൊക്കെയായി ഒരു വമ്പൻ തയ്യാറെടുപ്പ്. പക്ഷേ സംഗതി അതൊരു പട്ടാളയാത്ര മാത്രമല്ല. അതാണ് രസം. പട്ടണത്തിലുള്ളവർ, മന്ത്രിമാർ, ബ്രാഹ്മണർ, സന്യാസിമാർ എന്നുവേണ്ട സമൂഹത്തിലെ എല്ലാ തട്ടിലുമുള്ള ആളുകൾ, അവരെല്ലാവരും ഈ യാത്രയിൽ ഒന്നിക്കുകയാണ്. ശരിക്കും രാജ്യം മുഴുവൻ ഒരുമിച്ച് നീങ്ങുന്നൊരു കാഴ്ച. ഇനി ഈ വലിയ ജനക്കൂട്ടത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നതാരാണെന്നോ? ഭരതനും സഹോദരൻ ശത്രുഘ്നനും. ഒറ്റ ലക്ഷ്യമേയുള്ളൂ: കാട്ടിലേക്ക് പോയ ജ്യേഷ്ഠനെ, രാമനെ കണ്ടുപിടിച്ചു തിരികെ കൊണ്ടുവരണം. പക്ഷേ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റുണ്ട്. ഒരു രാജ്ഞി മാത്രം ഈ കൂട്ടത്തിലില്ല. ആ ആളവിടെ ഇല്ലാത്തത് വെറുതെയല്ല, അതിനു വലിയൊരു കാരണമുണ്ട്. അപ്പം നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം. എന്തിനാണ് രാമൻ കാട്ടിൽ പോയത്? ശരിക്കും പറഞ്ഞാല് കൊട്ടാരത്തിനകത്ത് നടന്ന ഒരു വലിയ ചതിയുടെയും അനീതിയുടെയും ഫലമായിരുന്നു അത്. ആ അനീതിയോടുള്ളൊരു മറുപടിയാണ് ഈ യാത്ര. അപ്പോ കഥ ഇങ്ങനെയാണ്. കൈകേയി രാജ്ഞി പണ്ട് രാജാവിൽ നിന്ന് കിട്ടിയ 2 വരങ്ങൾ പൊടിതട്ടിയെടുക്കുന്നു. ഒന്ന്, തന്റെ മകൻ ഭരതനെ രാജാവാക്കണം. 2, യഥാർത്ഥ അവകാശിയായ രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണം. പക്ഷേ ഇതറിയുന്ന ഭരതന്റെ പ്രതികരണം എന്തായിരുന്നു? എനിക്കീ സിംഹാസനം വേണ്ട, ഇത് ജ്യേഷ്ഠനുള്ളതാണ്. ആ ഒരൊറ്റ തീരുമാനത്തിൽ നിന്നാണ് ഈ വലിയ യാത്ര തുടങ്ങുന്നത്. ഇത്രയും മനോഹരമായി, ഇത്രയും ശക്തമായി ഈ കഥയെ നമ്മുടെ മുന്നിലെത്തിച്ച ആ കവി ആരാണെന്നറിയണ്ടേ? അതും മറ്റാരുമല്ല, മലയാള ഭാഷയുടെ പിതാവ് എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന തുഞ്ചത്തെഴുത്തച്ഛനാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ വെറുമൊരു കവിതയായിരുന്നില്ല, അതൊരു സാംസ്കാരിക വിപ്ലവം തന്നെയായിരുന്നു. അദ്ദേഹം 16-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ മലപ്പുറം ജില്ലയിലാണ് ജീവിച്ചിരുന്നത്. കിളിപ്പാട്ട് എന്നൊരു സ്റ്റൈൽ തന്നെ അദ്ദേഹം പോപ്പുലറാക്കി. അധ്യാത്മരാമായണവും മഹാഭാരതവുമാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർപീസുകൾ. നമ്മളിപ്പോൾ വിശകലനം ചെയ്യുന്ന ഈ ഭാഗമില്ലേ, അത് അദ്ദേഹത്തിന്റെ രാമായണത്തിലെ അയോധ്യാകാണ്ഡത്തിൽ നിന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് കഥയുടെ വൈകാരികമായ ഭാഗത്തേക്ക് വരാം. ഇവിടെയാണ് ഭരതൻ എന്ന കഥാപാത്രത്തിന്റെ മഹത്വം ശരിക്കും വ്യക്തമാവുന്നത്. അദ്ദേഹം എടുക്കുന്ന ചില ശപഥങ്ങളുണ്ട്, ചില തീരുമാനങ്ങൾ. ആദ്യത്തെ ശപഥം ഇതാണ്: രാമനിങ്ങാഗമിച്ചീടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. അതായത്, എന്റെ ജ്യേഷ്ഠൻ കാട്ടിൽ വെറും നിലത്ത് കിടക്കുമ്പോൾ എനിക്ക് കൊട്ടാരത്തിലെ മെത്ത വേണ്ട, അദ്ദേഹം തിരിച്ചുവരുന്നതുവരെ ഞാനും നിലത്തെ ഉറങ്ങൂ. തീർന്നില്ല, അടുത്തത് കേൾക്കൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവുമാലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു. സിംപിളായി പറഞ്ഞാൽ, കൊട്ടാരത്തിലെ വിഭവസമൃദ്ധമായ ഭക്ഷണമില്ല, പകരം കാട്ടിലെ പഴങ്ങളും കിഴങ്ങുകളും. പട്ടുവസ്ത്രങ്ങളില്ല, പകരം മരവുരി. സുഗന്ധലേപനങ്ങളില്ല, പകരം ഭസ്മം. അവസാനമായി താപസവേഷം ധരിച്ച് ജടപൂണ്ട് താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. അതായത്, രാമൻ വരുന്നവരെ ഞാനൊരു സന്യാസിയെപ്പോലെ ജീവിക്കും, ദുഃഖം മാത്രം കൂട്ടിന്, മുടി ജടപിടിച്ച്, അങ്ങനെ. ശരിക്കും പറഞ്ഞാൽ ഒരു രാജകുമാരന്റെ ജീവിതം പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണ്. ഇതൊക്കെ കേട്ടു നിന്ന ജനങ്ങൾ എന്തു പറഞ്ഞു എന്നറിയാമോ? അവർക്ക് അത്ഭുതം അടക്കാനായില്ല. അവർ പറഞ്ഞു, ചിത്തേ, നിനക്കിത് തോന്നിയത് അത്ഭുതം, അത്യുത്തമനല്ലോ നീ. അതായത്, നിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്, നീയാണ് ഏറ്റവും മഹാൻ. അപ്പോ
എന്തുകൊണ്ടാണ് 500 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ഈ കഥയെപ്പറ്റി സംസാരിക്കുന്നത്? കാരണം ഇത് വെറും ഒരു പഴയ കഥയല്ല. മനുഷ്യൻ എപ്പോഴും നേരിടുന്ന ഒരു വലിയ ചോദ്യത്തിന്റെ കഥയാണിത്. അതൊരു തിരഞ്ഞെടുപ്പാണ്. അധികാരം വേണോ അതോ ധർമ്മം വേണോ? ഭരതന്റെ മുന്നിൽ സിംഹാസനം വെറുതെ വച്ചുകൊടുത്തതാണ്. അമ്മയുടെ തന്ത്രം കൊണ്ട് കിട്ടിയതാണെങ്കിലും അത് സ്വീകരിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം എന്തു ചെയ്തു? അത് വേണ്ടെന്ന് വെച്ചു. കാരണം അത് അനീതിയായിരുന്നു, അത് ധർമ്മമല്ലായിരുന്നു. ആ ത്യാഗത്തിന്റെയും കർത്തവ്യത്തിന്റെയും വഴി അദ്ദേഹം തെരഞ്ഞെടുത്തു. അപ്പോ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാൻ ഒരു ചോദ്യം ബാക്കിയുണ്ട്. സ്വന്തം നേട്ടങ്ങൾക്കു വേണ്ടി എന്തും ചെയ്യുന്ന ഇന്നത്തെ ലോകത്ത് ഇങ്ങനെയൊരു കഥയ്ക്ക്, ത്യാഗത്തിന്റെയും കർത്തവ്യത്തിന്റെയും ഈ വലിയ കഥയ്ക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? ഈ ഒരു ചിന്തയോടെയാണ് നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുന്നത്.